കണ്ടിട്ട് പൂതിയാകുക. നിങ്ങൾക്കും തോന്നില്ലേ ഇങ്ങനെയൊക്കെ പൈസ ആക്കാൻ വേണ്ടിയിട്ട്? എത്ര നോട്ടിൻ്റെ കെട്ട് തന്നെ എണ്ണിയാൽ തീരില്ല. എന്നിട്ടല്ല അതിൻ്റെ ഉള്ളിലുള്ള പൈസ അത് വല്ലാതെ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വരി, നമുക്ക് ഓൺലൈനിൽ ഗെയിം കളിച്ചിട്ടുണ്ടാക്കാം. ഓൺലൈനിൽ ഗെയിം കളിച്ചിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ആൾക്കാരുണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എന്ത് നോക്കിക്കുക. ഇപ്പം അടുത്ത കാലത്ത് ഒരു വാർത്ത കണ്ടത്, ഓൺലൈൻ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരു മലയാളി പെണ്ണ് 1,20,00,000 ഉറുപ്പിയാണ് അതിന് നഷ്ടപ്പെട്ടതെന്നാണ് കണ്ടത്. ചിരിച്ചു പോവാണ്. സാധാരണ ഒരു മലയാളി പെണ്ണാണ്. എവിടുന്നാണ് അതിന് അത്രയും പൈസ കിട്ടിയതെന്നുള്ള എനിക്ക് മനസ്സിലായില്ല. ഒരു പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ആക്രാന്തം എന്തായാലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നത് വലിയൊരു മാൻമേഡൊന്നും പലരും കാണാറില്ല. ചുളിവിൽ എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, അവിടെയൊക്കെ നമ്മളെല്ലാവരും പോയിട്ട് വീഴുകയും ചെയ്യും. പണ്ടൊക്കെ പൈസ വെച്ചിട്ട് ചീട്ട് കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം അന്നത്തെ അങ്ങനത്തെ കളികളൊക്കെ ഇപ്പോൾ റിയാലിറ്റിയിൽ നിന്ന് വെർച്വലിലേക്ക് മാറി. ഓൺലൈനിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ കളികൾ. എന്തൊക്കെയോ കുറേ പേരുകളുണ്ട്. ആ പേരുകളൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ചില രക്ഷിതാക്കളുടെ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ പൈസ ഇങ്ങനെ ഡെബിറ്റായി പോകുന്ന വിവരം പലപ്പോഴും വളരെ വൈകിയാണ് ഈ രക്ഷിതാക്കൾ അറിയുന്നതെന്നാണ്. അപ്പോഴത്തേക്കും ലക്ഷങ്ങൾ ആ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും. പിന്നെ അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ കുട്ടികളുടെ ഗെയിമിലേക്ക് എത്തുന്നതും പൈസ വെച്ചിട്ട് കുട്ടികൾ ഗെയിം കളിക്കുന്നതും അങ്ങനെ പൈസ പോകുന്നതും. അതിന് ഏറ്റവും കൂടുതൽ ഇരയാവുന്നത് കുട്ടികളായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക്, പുതിയ തലമുറ ടീനേജിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇത് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഗെയിം പ്ലാറ്റ്ഫോമുകളൊന്നും നമ്മൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പടച്ചു വിടുന്നതല്ല എന്നുള്ള ഒരു പരമസത്യം ആണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന്റെ പരസ്യത്തിലൊക്കെ അവർ പറയാം ലക്ഷങ്ങൾ സമ്പാദിക്കാം, കോടികൾ സമ്പാദിക്കാം എന്നൊക്കെ പറയും. പക്ഷെ സമ്പാദിക്കുന്നത് അവരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവാത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്തരം ഗെയിമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ പരസ്യത്തിന്റെ അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ ഗെയിം കളിക്കുന്നത് മൂലം സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ കളിക്കുക. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൽ സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യതയാണ് 90% ഉള്ളത്, അല്ലെങ്കിൽ 95% അതിനുള്ളത്. ഇനി അഥവാ ഈ ഗെയിമുമായി ബന്ധപ്പെട്ട് വല്ല സാമ്പത്തിക പ്രശ്നങ്ങളും വന്നിട്ട് അതൊരു കേസായി മാറി കോടതിയിലൊക്കെ എത്തിയാൽ ഇതിന് ഞങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രൂപത്തിൽ അവർ ഈ വാണിംഗ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത്തരം ഗെയിം ആണെങ്കിലും ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ആപ്പാണെങ്കിലും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന്റെ കയ്യിലാണ് അതിന്റെ ആൽഗോരിതം. ഈ ആൽഗോരിതം എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രൂപത്തിലൊന്നും ആയിരിക്കില്ല. നമ്മുടെ കീശയിലുള്ള പൈസ അവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ മാർഗമുണ്ടോ അതിനനുസരിച്ച് അവരായി അതിന്റെ പ്രോഗ്രാമിങ് നടത്തുള്ളൂ. അപ്പോൾ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് എല്ലാവർക്കും കിട്ടുന്നതായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ കിട്ടുന്നത് മാത്രം പരസ്യങ്ങളിൽ കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും കളിക്കുന്നവർക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ വെച്ചിട്ട് കളിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം വരുന്നത്. പൈസ വെക്കാതെ കളിച്ചോട് കുഴപ്പമില്ല, അതൊരു എൻജോയ്മെന്റ്, ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രൂപത്തിൽ നമുക്കത് ഗെയിംസുകളൊക്കെ കളിക്കാം. അതേസമയം ജെനുവിനായിട്ട് ലീഗലായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന 100 ആയിരക്കണക്കിന് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോഷ്യൽ മീഡിയ തന്നെ. അതിന് കുറച്ചൊന്ന് മെനക്കെടേണ്ടി വരും. മെനക്കെടാതെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇത്തരം ആപ്പുകളിൽ പോയി കുടുങ്ങിയിട്ട് നമ്മളൊക്കെ ആപ്പിലായി പോവുക. ഒരു 2-3 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഏർണിംഗ് ആപ്പുകൾ പലതും ഇന്ന് ഇല്ല, കാണുന്നില്ല. അപ്പൊ അതൊക്കെ ഈയാമ്പാറ്റകളെ പോലെ ഒന്നോട് വരും, കുറെ ആളുകളുടെ പൈസ അവരുടെ പോക്കറ്റിലാക്കും, അവർ പോവും. പിന്നീട് വേറൊരു ഗെയിമോ അല്ലെങ്കിൽ വേറൊരു ആപ്പോ ആയിട്ട് അവർ വീണ്ടും വരും, കുറെ ആളുകളുടെ പൈസ. ഇതിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇത്തരം അവസരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രലോഭനങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അതിന്റെ ജെനുവിനിറ്റിയെ കുറിച്ച് ശരിക്കും ചിന്തിച്ച് അന്വേഷണം നടത്തിയതിന്റെ ശേഷമൊക്കെയാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടാൻ തന്നെ പാടുള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ. അപ്പൊ ഇത്തരം ആപ്പുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരിലേക്ക് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് അറിയാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആവുന്നുണ്ട്. അത് ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പണം വലിക്കാൻ പറ്റും എന്നുള്ളതെന്ന് ചിലതൊക്കെ ചില ലിങ്കിലൂടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകുന്നതെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾക്ക് ഒരുപാട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ലീഗലായി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന 100 അവസരങ്ങൾ ഉണ്ടെങ്കിൽ 1000 കെണികളും കൂടി ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളത് ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് കാലെടുത്ത് വെച്ച് വരുന്ന ആളുകൾക്ക്, ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ടീനേജർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അവിടെ രക്ഷിതാക്കൾ ശരിക്കും ഇടപെടേണ്ടത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കുട്ടികൾ അറിയാത്ത രൂപത്തിൽ അത് സുരക്ഷിതമായി വെക്കുക.
പലപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് പലപ്പോഴും ഉള്ളത്. കേസ് കൊടുത്തിട്ടൊന്നും പലതും തിരിച്ചു പിടിക്കാൻ കഴിയാറില്ല. കാരണം വിദേശികൾ വരെ, വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ വരെ അവരുടെ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ പൈസ ഇവിടുന്ന് ഊറ്റിക്കൊണ്ടു പോകുന്നുണ്ട്.